என்னை கொய்வது பொய்யாமை என்னை மென்மை செய்வது மெய்யா ஆராத்யா என் ஆராத்யா என் இதய துணைவியே ஆராத்யா ஆராத்யா என் ஆராத்யா கலவியின் தலைவியே ஆராத்யா கரிகம பகரி நனி நனி கமன தகரிகம மாகரி நனி நனி அதோடு நான் சொன்ன ஓர் சொல்வும் தோல்விந்து உன் மார்பில் உடைகின்றதோ ഞാൻ 12th ഗ്രേഡിൽ പുതിയ സ്കൂളിൽ ഒരു പുതിയ അറ്റ്മോസ്ഫിയറിൽ ആദ്യമായിട്ട് ടെൻസ്ഡായിട്ട് കയറി ചെന്നപ്പോൾ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത പേഴ്സണാണ് ലച്ചു. And from that day onwards, the school became so exciting because she was there to give me company. So from my എന്താ പറയുക എൻ്റെ ഒരു 11th 12th ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ she became the most important person in my life. Actually, I would like to refer to her as my person because she has always been my go-to person. എൻ്റെ ലൈഫിൽ അപ്സിലും ഡൗൺസിലും ഒക്കെ ലച്ചു എന്ന് പറഞ്ഞ് വിളിക്കാൻ she was always there for me. And I'm really happy about this day because ഞാൻ ലൈഫിൽ ലുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തെ കിരണിൻ്റെ ലച്ചുവിൻ്റെ വെഡിങ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ലച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഷി വാസ് അവർ ആർട്സ് ക്ലബ് സെക്രട്ടറി കോളേജിൽ. ആൻഡ് എന്നെ ഡ്രാഗ് ചെയ്ത് എല്ലാത്തിനും കമ്പയർ ചെയ്യാൻ തള്ളി വിടുന്ന ലച്ചു ആയിരുന്നു. ആൻഡ് ഷി യൂസ് ടു സ്റ്റാൻഡ് ദെയർ സ്മൈലിംഗ് അറ്റ് മീ, ചെയ്തു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം വി ഹാഡ് many fun കുറേ മെമ്മറബിൾ മൂമെൻറ്റ്സ് ആ സമയം ഉണ്ടായിരുന്നു ലച്ചുവായിട്ട് when she was the arts club sec. So she's a very kind-hearted, compassionate person. She'll go to any extent to make her friends comfortable. And she's a very honest person, very genuine person who knows how to love someone to the fullest. She's one of the most beautiful hearts I have met in my life, and I wish her all the very best in her life. May she have all the happiness and everything that she wished for in her life with Kiran. Love you so much, Lechu. Yeah, like കവ്യ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും കാണുന്നത് 12th സ്കൂളിൽ ട്രിവാൻഡ്രത്ത് സ്കൂളിൽ വെച്ചിട്ടാണ്. പക്ഷെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്കറിയാവുന്ന ലച്ചു വളരെ പേടിച്ച് ക്ലാസ്സിലിരിക്കുന്ന, എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഓടിപ്പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ലച്ചുവായിരുന്നു. അപ്പം എപ്പോഴും പേടിച്ച് ഒരാൾ വന്ന് ഒന്ന് പേര് വിളിച്ചതിനെ കരഞ്ഞിട്ട് ഓടിയ ലച്ചു ഒക്കെ ഉണ്ട് പേടിച്ചിട്ട്. പക്ഷെ ആ ആളിന്ന് കോളേജിലേക്ക് മാറിയപ്പം ടോട്ടലി ഡിഫറെൻറ്റ്. ഷി വാസ് ഫ്ലൈയിങ്, ഫുൾ കാര്യങ്ങളോട്ട് ഫുൾ തിരക്ക്. ഈ പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയപ്പോൾ ഫുൾ ടൈം ആക്റ്റീവ്. ഞങ്ങൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് ലച്ചുവിൻ്റെ ഈ ഒരു മാറ്റം കണ്ടിട്ട്. ആൻഡ് വി വെ വെരി ഹാപ്പി. ആൻഡ് ഫ്രം ദെൻ അവിടെ തൊട്ടാണ് എനിക്ക് ലച്ചുവായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ശരിക്കും ബിൽഡായി തുടങ്ങുന്നത്. 12th ഐ നോ ഹർ, ഓക്കെ, ക്ലാസ്മേറ്റ്. പക്ഷെ അതിനുശേഷം അങ്ങനെ പരിചയപ്പെട്ട ഒരാൾ, അതും നോട്ട് ഈവൻ ഫ്രം നമ്മളാരും പ്രതീക്ഷയില്ല മറ്റൊരിടത്തുനിന്ന് ഇവിടെ വന്ന് ഇത്രയും ക്ലോസ് ആയിട്ട് ഒരാളെ കിട്ടുന്നു. ഫ്രം ദെൻ വി ആർ ഗാങ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്ലോസ് ആയിട്ട് എപ്പോഴും കൂടെ നടന്ന്, എനിക്കൊന്നും എൻ്റെ കോളേജ് ടൈമിൽ മൊത്തം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഓൾ ദ ടൈം. വെനെവർ വി ഗെറ്റ് ടൈം വി ഗോ ഔട്ട് സൈഡ് ഹാവ് ഫൺ. അങ്ങനെയായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ വി ഡു ദ സെയിം മിസ്റ്റേക്ക് ഓൾ ദ ടൈം. ഒരേ സമയം
എന്നും പോകുന്ന ഒരേ റോട്ടിൽ ഹമ്പ എന്നും ചടി അയ്യോ യോ എന്ന് വിളിച്ച് ഞങ്ങൾ പോകും. അത്ര രസമായിരുന്നു ഓൾ ദ ടൈം. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എനിക്കറിയത്തില്ല, എൻ്റെ ലൈഫിൽ, എൻ്റെ കോളേജ് ലൈഫിലായാലും അത് കഴിഞ്ഞിട്ടുള്ള ബെസ്റ്റ് ടൈം വാസ് വിത്ത് ലച്ചു. വാട്ട് എവർ വി ഡു, ലെറ്റ് ഇറ്റ് ബി സ്റ്റുപ്പിഡ്, ലെറ്റ് ഇറ്റ് ബി വാട്ട് എവർ ഇറ്റ് ഇസ്, വി വെർ ടുഗദർ. സോ I'm very I don't know, from the moment we heard about Kiran, from the moment we started hearing about him, it's like we're always excited to know, like, what is happening and how it will go. And like, I'm like, I don't know, ഈ ഒരു പോയിന്റ് I was very excited to hear, like, ലച്ചു ഇങ്ങനെ വിളിച്ചു പറയുന്നു ലൈക്ക് കല്യാണമാണ്. I was like, I was jumping with excitement. അങ്ങനെയായിരുന്നു. And still I'm very happy. So like I really, really and truly wish like they will lead an amazing, happy and wonderful life. Happy married life, Lechu and Kiran. Love you lots. கனவா நினைவா என் கண்கள் தேடும் தேவா, உறவா உயிரா என் மனதில் பூத்த பூவா, உனை வேறாக புரிஞ்சிடுவேனா, என்னை தீயாக சுடுபவள் நீயா, மழையாய் விழுந்தவள் நீயே தானா, கனவா நினைவா என் கண்கள் தேடும் தேவா, உறவா உயிரா என் மனதில் பூத்த பூவா, உனை வேறாக புரிஞ்சிடுவேனா, என்னை தீயாக சுடுபவள் நீயா, மழையாய் மனதில் விழுந்தவள் நீயே தானா. நிலமாக ஒளி வாங்கி ஒளி வீசும் நிலமாக நில
சொந்தம் பந்தம் யாவும் சேர்ந்து வாழ்வதே வாழ்க்கை. இன்பம் துன்பம் யாவும் சேர்ந்து செதுக்கிடும் வாழ்வை வாழ்வை. கவியே நீ என் அருகில் வந்தாலே உலகம் ஏன் இருளுது பகலிரவாய் மாறுது வளைவினில் எல்லாம் வளைந்து தொலைந்து போவேனானே நீயே வெண்பனியே தீயின் சுவையும் நீயே உன்னில் மெது மெதுவாக பயணங்கள் போல தொடங்கிடவா மனம் ஒரு கணம் கொதிகலனாக தவறுகளின் இசையன மாற தொலைவுகளை தொலைப்போம் ஒன்றாய் வா மனம் ஒரு கணம் கொதிகலனாக தவறுகளின் இசையன மாற தொலைவுகளை தொலைப்போம் ஒன்றாய் வா உன் காதின் ஓரம் நான் வரைவேன் காதல் கவிதை துடுப்பாக மாறுவேன் உன் கரையை தாண்டுவேன் அடி ராட்சசியே கூச்சம் காணலே உன் மறைவுகளும் முத்தம் கேட்கிறதே ஒரு வேதியியல் மாற்றம் என்னுள் உன்னை கண்டால் ஏதோ நடக்கிறதே உன்னிடையில் ஊர்வலம் செல்ல என் விரல்கள் ஏனோ துடிக்கிறதே காதல் ஏன் கவியே நீ என் அருகில் வந்தாலே നീ എൻ സൂര്യനായി വാടാതിൻ പൂവാടിയിൽ നീയോ സൂനമായി വിടരുമെൻ മിഴികളിൽ കവിതയായി ഇരുളിലൊരു നാൾ
എൻ സൂര്യനായി വിടരുമെൻ മിഴികളിൽ കവിതയായി നിറയുമോ വരമാകാൻ വരാമോ പ്രഭാത ചാരുതയായി ഇരുളിലൊരു നാളമായി നാം ചാരയായി ഇന്നാദ്യമായി അലിയുമിരു താളമായി നാം ചേരുമോ സുഖദമൊരു രാഗമായി നീ ജീവനായി സ്വകാര്യമായി പാടാം വിലോലം നിലാവു തൂലികയായി നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ രാവ് പുലരാൻ കാത്തു കഴിയും
അണിവിരലാൽ തൊടൂ. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുമേ.
കിരണിനെ പറ്റി പറയുമ്പോൾ, കിരൺ എന്ന് പറയുന്നതിലും അപ്പു എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കാറ്. അപ്പുവിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്ന മെമ്മറി ഏതാണെന്നറിയും? ആക്ച്വലി ഞാൻ ഇവന് തമ്മിൽ 1 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പോൾ 1 വർഷം മാത്രമേ ഞാൻ ഇവൻ ഇല്ലാതിരുന്നിട്ടുള്ളൂ. പക്ഷേ ആ വർഷം എനിക്ക് ഓർമ്മയില്ല, കാര്യം ഞാൻ ഭയങ്കര ചെറുതല്ലേ. അപ്പോൾ ആ 1 വർഷം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവനോടൊരു സോഫ്റ്റ് കോർണറാണ് അമ്മയ്ക്ക് അച്ഛൻ എപ്പോഴും. അതായത് ഞാൻ മൂത്തതാണല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ 3 വയസ്സ്, അവന് 2 വയസ്സാണെങ്കിൽ എന്നോട് പറയും ഞാനാണ് ബിഗ് ബോയ്, മോൻ മൂത്തതാണ്, എല്ലാം ചെയ്യണം. അപ്പോൾ അവന് 3 വയസ്സാകുമ്പോൾ എനിക്ക് 4 വയസ്സാകും. അപ്പോൾ അപ്പോഴും ഞാനായിരിക്കും ബിഗ് ബോയ്. അവസാനം എനിക്ക് പൊറുതി മുട്ടിയിട്ട് ഞാൻ അമ്മേനോട് ഒരു പ്രാവശ്യം പറഞ്ഞ് ഇവനെ കൊണ്ടേ കളയാൻ ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ സൈഡിലൊരു മതിലുണ്ട്. ഞാൻ പറഞ്ഞ അമ്മേനോട് പറഞ്ഞു ആ മതിലിൻ്റെ അപ്പുറത്തോട്ട് അവനെ വല്ല പുലിയ ആനയോ എന്തെങ്കിലും അവനെ പിടിച്ചോണ്ട് പോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മ കളഞ്ഞില്ല. എന്ത്? പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ ഇവിടെ അവൻ്റെ കല്യാണ ദിവസം വന്നിരിക്കുമ്പോൾ അമ്മയെടുത്ത തീരുമാനം, അതായത് മതിലിൻ്റെ അപ്പുറത്തേക്ക് കളയണ്ട എന്ന് അമ്മയെടുത്ത തീരുമാനം എന്തുകൊണ്ടും നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നല്ലൊരു അനിയനെ എനിക്ക് കിട്ടി. കാര്യം വളർന്നു വന്നപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലിയർ ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തി. അതെ, അതാണ്. എന്താണ് കിണ്ണനെ പറ്റി പറയും? ഞാൻ കിണ്ണൻ എന്നാണ് വിളിക്കണേ. സ്കൂളിൽ വെച്ചിങ്ങനെ പരിചയപ്പെട്ട് ആ ഒരു ടൈം തുടങ്ങിയ ഒരു ബ്രദർലി ഫീലിംഗ് തോന്നിയ ഒരാൾ കിണ്ണനാണ്. അപ്പം അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇത്രയും നാൾ നിന്നിട്ടുള്ളത്. പിന്നെ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര രസമാണ്. സാധാരണ ചേട്ടനനിയന്മാർ തമ്മിൽ പാരവപ്പാണ്. അതെ അതെ അതെ, ഞങ്ങൾ അങ്ങനെയല്ലേ. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂൾ കഴിഞ്ഞിട്ട് ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ ചേട്ടൻ അനിയന്മാരുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരേ ട്യൂഷൻ ക്ലാസ് ആയതുകൊണ്ട് അവൻ ട്യൂഷൻ ക്ലാസ്സിൽ പോകും, ഞാൻ അന്ന് അത് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഫുട്ബോൾ കളിക്കായിരിക്കും. പക്ഷേ ഞാൻ അവനോട് പറയും ട്യൂഷൻ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവൻ ശരി എന്നും പറഞ്ഞു പോകും. പക്ഷെ അവൻ അങ്ങനെ പറയാറുള്ളൂ, ഇതുവരെ അങ്ങനെ പാരയൊന്നും വെച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, ഈ യൂട്യൂബിലൊക്കെ മിക്കപ്പോഴും ഞാൻ പല വ്ളോഗും ഇതിലൊക്കെ അനിയനാണ്, ഷോർട്സിലൊക്കെ അനിയനാന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കണ്ടാൽ ചേട്ടനാണെന്ന് തോന്നും. കണ്ടാൽ മാത്രമല്ല, പെരുമാറ്റത്തിലും ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും എല്ലാത്തിലും അവൻ എൻ്റെ ചേട്ടൻ തന്നെയാണ്. കാര്യം എൻ്റെ ലൈഫിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഏതൊരു തീരുമാനവും ഞാൻ അവനെ കൺസൾട്ട് ചെയ്തിട്ടേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അവൻ എനിക്ക് ഡൗട്ടുള്ളൊരു കാര്യത്തിന് അവൻ ഓക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. ഞാനിപ്പോൾ തുടങ്ങി എൻ്റെ യൂട്യൂബ് ചാനൽ പോലും അവനോട് ഞാൻ കുറേയൊക്കെ ഡിസ്കസ് ചെയ്ത് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ കൺഫേം ചെയ്യുന്ന അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഹംബിൾ മ്യൂസീഷ്യൻ എന്നൊരു പേര് അടിച്ചാലോ. അപ്പോൾ അവൻ കുളിക്കാനായിട്ട് ഇങ്ങനെ കയറാൻ നിൽക്കണമായിരുന്നു. ബാത്റൂമിലേക്ക് തല പുറത്തേക്ക് ഇട്ടു ഹംബിൾ മ്യൂസീഷ്യൻ അല്ലേ, ഓക്കെ അടി. ആ സ്പോട്ടിലാണ് ഞാൻ ചാനൽ തുടങ്ങണം. അപ്പോൾ അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ എവരി വൺ ഡിസേർവ് ടു ഹാവ് എ ബ്രദർ ലൈക്ക് യു അല്ലേ. അത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെക്കാളും കൂടുതലായിട്ട് ലച്ചുവിനെ അവനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഇടയിൽ കയറി ഒന്ന് അല്ലേ കൂടുതൽ മനസ്സിലാക്കണ്ടാവും. വെറുതെ കേട്ടോ, ലച്ചുവും അടിപൊളിയാണ്, പാവം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതവൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, ലച്ചുവിൻ്റെ കാര്യത്തിൽ ഞാൻ ഡൗട്ട് അടിച്ച് ചെന്നപ്പോൾ ഞാനാണ് ആ ബന്ധം ഇങ്ങനെ ഇത് മതി എന്നും പറഞ്ഞ് അവന് സെറ്റാക്കി. ആ കാര്യം അവന് ഇടയ്ക്കൊരു ഡൗട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ കൊച്ചു പാവമാണ്, അതിനെ നിന്നെ ഇഷ്ടമാണ്. അതായത് നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കുന്നതിലല്ല, നമ്മളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കുന്നതിലല്ലേ കാര്യം. എന്താ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഫൈനലി ഈ ഒരു ദിവസത്തിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആകെയുള്ളൊരു വിഷമം ഇവരെ എന്താ പറയുന്നത്, നമ്മുടെ കല്യാണത്തിനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എൻ്റെ കാര്യം അവരുടെ കല്യാണത്തിന്. തീർച്ചയായിട്ടും. കാര്യം ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് വെളിവില്ല, നമുക്കിത് ചുറ്റും എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ നിന്നിട്ട് ഇവിടെ നടക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. നമ്മുടെ കയ്യിൽ എന്താ സംഭവിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയില്ല. ഗുരുവായൂർ വെച്ചാണ് കല്യാണം നടന്നതെന്നാണ് ചിലർ പറയുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നവർക്കും അറിയാം എന്താ സംഭവിച്ചത്, അത്രേ ഉള്ളൂ. പക്ഷേ പിന്നെ ഇവരുടെ കാര്യത്തിൽ എനിക്ക് ആകെയുള്ള വിഷമം എന്ന് വെച്ചാൽ ഇനി ഇവരെപ്പോഴും കാണാൻ കിട്ടത്തില്ല. കല്യാണം കഴിഞ്ഞാൽ പ്രോബ്ലി അവൻ കാനഡയിൽ പോകും, അവളിപ്പോൾ ഖത്തറിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് രണ്ടുപേരും കാനഡയിലേക്ക് മൂവ് ആവും. കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടെ വരിക എന്നുള്ള കുറച്ച് പാടാണ്. അത് മാത്രമേ വിഷമമുള്ളൂ. പിന്നെ അവർ അടിപൊളിയായിട്ട് ജീവിച്ചോളും. രണ്ടുപേരും ജീവിക്കാൻ അറിയാവുന്ന ടീംസാണ്. ഞങ്ങളുടെ കാര്യത്തിലാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജീവിക്കും, നമ്മൾ അടിപൊളിയായിട്ട് ഇടി. എന്ത് പറയുമ്പോൾ എല്ലാം പറയണ്ടേ. കിണ്ണനും അപ്പുവിനും രണ്ടും ഒരാൾ തന്നെ. അപ്പം അപ്പുവിനും ലക്ഷ്മിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്.